Hello, good evening. My name is Mohammed Suhail and I'm an SEC affiliate. So currently ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് മാനേജ്മെന്റിലെ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. സോ അത് പറയുന്നതിന് മുന്നേ അതിന്റെ കൺസെപ്റ്റിലേക്ക് നമുക്ക് കടക്കാം ആദ്യം. സോ ബേസിക്കലി നമ്മളൊരു പ്രൊഡക്റ്റ് എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, പേൻ ആയിക്കോട്ടെ, എന്ത് വേണേലും ആയിക്കോട്ടെ. സോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും? ഒബ്വിയസ്ലി ഫസ്റ്റ് ഓഫ് ഓൾ സെല്ലിംഗ് പ്രൈസ്, ദെൻ ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക്, അതൊരു 15 രൂപ വിലയുള്ള ഒരു ബുക്ക്, അതിന്റെ സെല്ലിംഗ് പ്രൈസ് 15 രൂപയാണ്. അത് ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് 10 rupees ആണ്. സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രോഫിറ്റ് എന്താണ്? 5 rupees അല്ലേ? നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്മാനും അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ വരുത്തുന്നത് എന്തിലായിരിക്കും? പ്രോഫിറ്റിലായിരിക്കും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ബുക്കിന്റെ കേസിന് എടുത്ത് നോക്കുക. ഇപ്പൊ ഈ ബുക്ക് ഞാൻ 15 രൂപ ഞാൻ സെല്ലി പ്രൈസ് ഇട്ട്, അതൊരു 10 രൂപയ്ക്ക് നമുക്ക് കോസ്റ്റ് വന്ന് ബാക്കി 5 പ്രോഫിറ്റ്. സോ അവിടെ നമ്മൾക്ക് ആ കസ്റ്റമറെ നമ്മൾ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമറെ കൊണ്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. സോ നമുക്ക് പ്രോഫിറ്റിൽ എന്ത് ചെയ്യും? കുറയ്ക്കും. അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? 5 രൂപ വേണ്ട, നമുക്കൊരു 4 രൂപ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോഴും എന്താണ്? കോസ്റ്റ് അവിടെ ഫിക്സഡ് ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റല്ല സത്യം പറഞ്ഞ ടാർഗറ്റ് കോസ്റ്റിംഗ് ഉള്ളത്. അതാണ് പറയുന്നത്. നമ്മൾ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ വാക്കിൽ തന്നെയുണ്ട് ആ ഒരു പോയിന്റ്. ടാർഗറ്റ്, നമ്മൾ കോസ്റ്റിനെ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കണം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയുള്ള ടാർഗറ്റ് കോസ്റ്റിംഗ്. നമ്മൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു കോസ്റ്റിന് വേണ്ടിയിട്ട്. ഇവിടെ തന്നെ നോക്കുക. നമുക്ക് എ ടാർഗറ്റ് കോസ്റ്റ് ഇസ് എ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഡിറൈവ്ഡ് ഫ്രം സബ്സ്ട്രാക്ടിങ് ഡിസൈർഡ് പ്രോഫിറ്റ് മാർജിൻ ഫ്രം എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പ്രൈസ്. സോ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നമുക്ക് വേണ്ട ഒരു ഡിസൈഡ് മാർജിൻ അല്ലെങ്കിൽ ഡിസൈഡ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അത് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ടാർഗറ്റ് കോസ്റ്റ്. അതായത് നമുക്കൊരു സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റിനനുസരിച്ച് ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മുടെ കമ്പനിക്ക് ആവശ്യമായ എന്തുണ്ടാവും? ഒരു പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവും. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഇവിടെ തന്നെ നോക്കുക. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ദ മാർക്കറ്റ് പ്രൈസ് ഇസ് ഡിറ്റർമിൻ ബേസ്ഡ് ഓൺ ദ എക്സ്പെക്ടഡ് പ്രൈസ് ടു ബി പെയ്ഡ് ബൈ ദ മാർക്കറ്റ് ടു അച്ചീവ് എ സർട്ടൈൻ മാർക്കറ്റ് ഷെയർ ആൻഡ് സർട്ടൈൻ വോളിയം. നേരത്തെ പറഞ്ഞ പോലെ ആ മാർക്കറ്റ് പ്രൈസ് എന്താണ്? ഡിറ്റർമിൻഡ് ആണ്. അതിന്റെ ഒരു എക്സ്പെക്ടഡ് പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ മാർക്കറ്റ് ഷെയറിലേക്ക് വേണ്ട ഒരു സംഭവം, അത് ഏത് കോസ്റ്റിലാണോ നമുക്ക് കിട്ടുക, അതാണ് നമ്മുടെ ടാർഗറ്റ് കോസ്റ്റ്. നമുക്ക് വേണ്ട പ്രോഫിറ്റും നമുക്ക് വിൽക്കാൻ പറ്റുന്ന സെല്ലിംഗ് പ്രൈസും നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് എന്ത് ചെയ്യും? സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിന് അനുയോജ്യമായ ഒരു നല്ല കോസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ടാർഗറ്റ് ചെയ്യും. ഈ കോസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഇതിന്റെ ബേസിക് ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടാർഗറ്റ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടാർഗറ്റ് സെല്ലിംഗ് പ്രൈസ് മൈനസ് റിക്വയർഡ് പ്രോഫിറ്റ്. ഇതാണ് ഇതിന്റെ ബേസ് ഇക്വേഷൻ. നമുക്ക് ടാർഗറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിംഗ് എ ടാർഗറ്റ് കോസ്റ്റ് ഫോർ പ്രൊഡക്റ്റ്. നമ്മൾ ഒരു പ്രൊഡക്റ്റിന് ഇപ്പൊ ഈ മൊബൈലിൽ നോക്കുക. ഈ മൊബൈലിന് ഞാൻ കൊടുക്കുന്ന ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. സോ നമ്മൾ അവിടെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു സാധനം, ഒരു ടാർഗറ്റ് അവിടെ എന്ത് ചെയ്യാണ്? ആ കോസ്റ്റിനെ അവിടെ സെറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ടാർഗറ്റ് കോസ്റ്റിംഗ്. ഓക്കെ. ഇത് മെയിൻലി അപ്ലൈ ചെയ്യുന്ന ഏത് സ്റ്റേജിലാണ്? ഡിസൈനിങ് സ്റ്റേജിൽ അത് പറ്റുള്ളൂ. നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് കോസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ സെറ്റ് ചെയ്യുക സ്വാഭാവികമായിട്ടും. ഓക്കെ. സോ നമുക്ക് ജസ്റ്റ് ബേസിക്കലി സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കിയാലോ? ഓക്കെ. സോ ഈ ഇല്ലസ്ട്രേഷൻ നോക്കാം. എ പ്രൊഡക്റ്റ് ഹാസ് എ സെല്ലിംഗ് പ്രൈസ് of $20 and a profit margin will be 20%. Calculate the target cost. ഇതാണ് ക്വസ്റ്റ്യൻ, അല്ലെ? സോ നമുക്ക് വേണ്ട സെല്ലിംഗ് പ്രൈസ് എത്രയാ? $20 അല്ലെ? ആൻഡ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യണം. 20% പ്രോഫിറ്റ് മാർജിൻ വേണമെന്ന് പറഞ്ഞു. സോ സെല്ലിംഗ് പ്രൈസിന്റെ 20% എന്ത് വേണം? നമുക്ക് പ്രോഫിറ്റ് മാർജിൻ ആയിട്ട് വേണം. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുക. 20 ഇൻറ്റു എത്രയാന്നു? 20%. 20 ഡിവൈഡഡ് ബൈ 100. സോ സി, നമുക്ക് വേണ്ട മാർജിൻ എത്രയാ? 4 ആണ്. സോ നമുക്ക് വേണ്ട സെല്ലിംഗ് പ്രൈസ് ഇതാണ്, 20 ആണ്. നമുക്ക് വേണ്ട മാർജിൻ എത്രയാണ്? 4 ആണ്. സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ടാർഗറ്റ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് റിക്വയർഡ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, ഇതിന്റെ ടാർഗറ്റ് കോസ്റ്റ് എത്രയാണ്? 16. സോ ഇതാണ് നമ്മുടെ ടാർഗറ്റ് കോസ്റ്റ്. നമ്മൾ 16ന്റെ ഉള്ളിൽ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? അതിന്റെ കോസ്റ്റ് നമ്മൾ ഒതുക്കണം. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ
ഈ ടാർഗറ്റ് കോസ്റ്റിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ ഇതില് what are the steps of implementing target costing? So we need to discuss regarding the steps. ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ടാർഗറ്റ് കോസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പ്രൊഡക്റ്റ് വെക്കാൻ നിൽക്കുമ്പോൾ ഡിറ്റർമൈൻ ദ ടാർഗറ്റ് പ്രൈസ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ്. ആ പ്രൊഡക്റ്റ് ആ മാർക്കറ്റിൽ, അതായത് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ, ഇപ്പൊ ആ ബുക്ക്, നമ്മൾ ബുക്കിന്റെ കേസ് എടുത്ത് നോക്കിക്കോ, ബുക്ക് വിൽക്കുന്ന സമയത്ത് ബുക്കിന് മാർക്കറ്റിൽ, അതായത് ഒരു നോർമൽ ബുക്കിന്, ഒരു നോർമൽ നോട്ട് ബുക്കിന് മാർക്കറ്റിൽ സെറ്റ് ചെയ്തൊരു പ്രൈസ് ഉണ്ടായിരിക്കും. അതായത് ആ ബേസ്, ആ ഒരു ലൊക്കാലിറ്റിയിലെ ആ ഒരു മാർക്കറ്റ് പ്ലേസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. അത് എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. നമുക്ക് വിൽക്കേണ്ട ആ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കേണ്ട പ്രൈസ് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. രണ്ടാമത്തത് എന്താണ്, ഡിറ്റർമൈൻ ദ ടാർഗറ്റ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ഏതർ ഓൺ റിട്ടേൺ ഓൺ സെയിൽസ് ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ, അല്ലെങ്കിൽ അതായത് നമുക്ക് വേണ്ട ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ROA അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ റിട്ടേൺ ഓൺ സെയിൽസോ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാർഗറ്റ് പ്രോഫിറ്റ് സെറ്റ് ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ ഇല്ലുസ്ട്രേഷനിൽ കണ്ടത്. നമുക്ക് വേണ്ട മാർജിൻ 20% ആയിരുന്നു. അതാണ് സെക്കൻഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഡിറ്റർമൈൻ ടാർഗറ്റ് പ്രൈസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ്. സെക്കൻഡ് എന്തായിരുന്നു, ഡിറ്റർമൈൻ ടാർഗറ്റ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ദ റിട്ടേൺ ഓൺ സെയിൽസ് ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. രണ്ട് സ്റ്റെപ്പ്. നെക്സ്റ്റ് വൺ, തേർഡ് സ്റ്റെപ്പ് നോക്കിയേ, കാൽക്കുലേറ്റ് ടാർഗറ്റ് കോസ്റ്റ്. നമ്മൾ മുന്നേ പഠിച്ച പോലെ ടാർഗറ്റ് കോസ്റ്റിന്റെ ഇക്വേഷൻ, ടാർഗറ്റ് പ്രൈസ് മൈനസ് ടാർഗറ്റ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടാർഗറ്റ് കോസ്റ്റ്. സോ നമുക്ക് എന്ത് ചെയ്യും, ഒരു ടാർഗറ്റ് കോസ്റ്റ് കിട്ടും. ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്, സ്റ്റെപ്പ് 4 ശ്രദ്ധിച്ച് കേൾക്കുക. സോ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഗ്യാപ്പ്. നമുക്ക് കോസ്റ്റ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റും നമുക്ക് വേണ്ട കോസ്റ്റും, അതായത് നമുക്കിപ്പോ ഈ ബുക്ക് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് വന്നത് 16, നേരത്തെ ഇല്ലുസ്ട്രേഷനിൽ നിന്ന് എടുക്കാം 16, പക്ഷെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വന്നപ്പോ അതിന്റെ കോസ്റ്റ് ഓൾമോസ്റ്റ് എന്ത് വരുന്നുണ്ട്, 17 അല്ലെങ്കിൽ 18 രൂപ വരുന്നുണ്ട്. സോ അത് നമുക്ക് ഫീസിബിൾ അല്ല. നമുക്ക് വേണ്ട ടാർഗറ്റ് കോസ്റ്റ് എത്രയാണ്, നമ്മുടെ മാർക്കറ്റിന് അനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ ROI അനുസരിച്ചും നമുക്ക് വേണ്ട ടാർഗറ്റ് പ്രൈസ് എത്രയായിരുന്നു, അവിടെ 16 ആയിരുന്നു അല്ലെ. സോ അതിനെയാണ്, അതായത് നമുക്ക് വേണ്ട ടാർഗറ്റ് കോസ്റ്റും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ അതിന്റെ വന്ന ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻറ്റ് ആണ് എന്ത്, കോസ്റ്റ് ഗ്യാപ്പ്. ഓക്കെ, സോ ഇവിടെ നോക്കി ഇക്വേഷൻ നോക്കിയേ, കോസ്റ്റ് ഗ്യാപ്പ് ഈസ് ഈക്വൽ ടു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് മൈനസ് ടാർഗറ്റ് കോസ്റ്റ്. ഇപ്പൊ നമ്മുടെ ഇല്ലസ്ട്രേഷനിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് വന്ന കോസ്റ്റ്, ടാർഗറ്റ് കോസ്റ്റ് എത്രയാണ്, 16 ആണ്. പക്ഷെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വന്നപ്പോൾ കോസ്റ്റ് എത്ര വന്ന്, എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ വന്ന് 18 വന്ന്. സോ നമുക്ക് വേണ്ട അപ്പൊ കോസ്റ്റ് ഗ്യാപ്പ് എത്രയാണ്, എസ്റ്റിമേറ്റ് കോസ്റ്റ് മൈനസ് ടാർഗറ്റ് കോസ്റ്റ്. സോ $2 ആണ് എന്ത്, നമ്മുടെ എസ്റ്റിമേറ്റ്, അതായത് കോസ്റ്റ് ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഈ 2 രൂപ. അപ്പോ ഈ 2 രൂപ നമുക്ക് അങ്ങനെ പറ്റില്ല, നമുക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്താണല്ലോ ഓൾറെഡി. സോ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് അടുത്ത സ്റ്റെപ്പ്, സ്റ്റെപ്പ് 5, മേക്ക് എഫേർട്സ് ടു ക്ലോസ് ദ ഗ്യാപ്പ്. സോ വി നീഡ് ടു മേക്ക് എഫേർട്സ് ഇൻ ദാറ്റ് പ്രോഡക്റ്റ് ഓർ ഇൻ ദ കോസ്റ്റ് ടു ക്ലോസ് ദാറ്റ് ഗ്യാപ്പ്, ടു റിമൂവ് ദാറ്റ് ഡിഫറൻസ്. അതിന്റെ എക്സാമ്പിൾസ് ആണ്. സോ നമുക്ക് ആ പ്രൊഡക്റ്റ് ആണ്, ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ബുക്ക് ഉണ്ട്. ഈ ബുക്കിന് ചിലപ്പോ എന്തുണ്ടാവും, ഒരു കവർ ഉണ്ടാവും. ഞാനൊരു കവർ ഇട്ടിട്ടാണ് വിൽക്കുന്നത്. ഈ കവറിന്റെ കോസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ 2 രൂപ എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ബിക്കോസ് നമുക്ക് 16 കോസ്റ്റ്. ആ കവർ വരുമ്പോ എന്താണ്, 2 രൂപ കൂടുതൽ വന്നില്ലേ. സോ എന്ത് ചെയ്യണം, നമ്മൾ ആ പാക്കിംഗ് ഒഴിവാക്കും, ബുക്ക് മാത്രം കൊടുക്കും. സോ എന്തായി, ആ കോസ്റ്റ് ഗ്യാപ്പ്. ഇതേപോലുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ കൊണ്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ വന്ന ഗ്യാപ്പിനെ അങ്ങോട്ട് ക്ലോസ് ചെയ്യണം. മനസ്സിലായില്ലേ. സോ ആ 2 രൂപ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഫോർ എക്സാമ്പിൾ ഇവിടെ വായിച്ചു നോക്കിയാൽ, എക്സ്ക്ലൂഡ് ഡിസൈൻ ദാറ്റ് ഡു നോട്ട് ആഡ് വാല്യൂ എനി കസ്റ്റമേഴ്സ്. ഈ ബുക്ക് വിൽക്കുന്ന സമയത്ത് ഈ കവർ വേണമെന്ന് കസ്റ്റമറിന് ഒരു നിർബന്ധം ഉണ്ടല്ലോ, ഇല്ലല്ലോ. കവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബുക്കാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി വിൽക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടോപ്പിക്ക്, അതായത് ആ ഒരു പാക്കിംഗ് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. സോ എക്സ്ക്ലൂഡ് ഡിസൈൻ ദാറ്റ് ഡു നോട്ട് ആഡ് വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്. രണ്ടാമത്തെ എന്താ, ഇതൊക്കെ ഓരോ സ്റ്റെപ്സ് ആണ്. യൂസ് ചീപ്പ് മെറ്റീരിയൽസ്, സിംപ്ലിഫൈങ് പ്രൊഡക്ഷൻ പ്രോസസ്. ഇതൊക്കെ എന്ത് ചെയ്യാന്ന്, നമ്മൾ ആ ടാർഗറ്റ് കോസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്സ് ആണ്, ഒരു ഫങ്ഷൻസ് ആണ് അല്ലെ. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ആ 2 രൂപ എന്ന് പറഞ്ഞ നമ്മുടെ കോസ്റ്റ് ഗ്യാപ്പ് ഫിൽ ചെയ്യുക. അൾട്ടിമേറ്റ്ലി മനസ്സിലായില്ലേ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ്, അതാണ് നേരത്തെ പറഞ്ഞ ടോപ്പിക് ആണത്, ക്ലോസിംഗ് കോസ്റ്റ് ഗ്യാപ്പ്. സോ ഹൗ വിൽ വി ഏബിൾ ടു ക്ലോസ് ദ കോസ്റ്റ് ഗ്യാപ്പ്? സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. സ്പ്ലിറ്റ് ദ ടാർഗറ്റ് കോസ്റ്റ് ഇൻ ടു ഫംഗ്ഷൻ. അതായത് ആ കോസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ഫങ്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം,
നമ്മൾ അതിനനുസരിച്ചുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാക്കറ്റ് വേണ്ട, പാക്കറ്റ് കൊടുക്കണ്ട, വിട്ടേക്ക്, ബുക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആ 2 രൂപ അവിടെ കോസ്റ്റ് സേവ് ചെയ്ത് കിട്ടി, നമ്മുടെ ടാർഗറ്റ് കോസ്റ്റ് 16 എത്തി ഇല്ലേ? അതേപോലെ തന്നെ വേറെ എന്തൊക്കെയുണ്ട്? ട്രെയിനിങ് സ്റ്റാഫിനെ നല്ലോണം ട്രെയിൻ ചെയ്യിക്കുക, അപ്പൊ എടുക്കുന്ന സമയം കുറയും, അപ്പൊ ആ കോസ്റ്റ് അവിടെ കുറയും. നമ്മൾ ഈ പാക്കിങ്ങിൽ മാത്രമല്ല, അൺവാണ്ടഡ് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ട്രെയിനിങ്, അതായത് നമ്മൾ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അവരുടെ എഫിഷ്യൻസി കൂടും, എന്ത് ചെയ്യും, നമുക്ക് ഒന്നുകൂടി കോസ്റ്റ് എഫിഷ്യന്റ് ആവും. സോ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് എന്ത് ചെയ്യാം, ടാർഗറ്റ് കോസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റും. കട്ടിംഗ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റി, ഇതേ പറഞ്ഞ പോലെ തന്നെ ബുക്കിന്റെ കവർ കളയുക, സിമ്പിൾ. യൂസിങ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, ചീപ്പ് ആൻഡ് ബെസ്റ്റ്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ബസ് ചീപ്പ്. അങ്ങനെ നമ്മൾ കോസ്റ്റിൽ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, നമ്മൾ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ റിപ്ലേസ് ലേബർ ആക്ടിവിറ്റീസ് വിത്ത് ഓട്ടോമേറ്റഡ് ആക്ടിവിറ്റീസ്. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ലേബേഴ്സിനെ മാറ്റി മെഷീൻ വെക്കുക. സോ അവർക്ക് കൊടുക്കുന്ന വേജിന് പകരം മെഷീൻസിന് വന്ന റിപ്പയർ മാത്രമേ ഉണ്ടാവുള്ളൂ, അവരിങ്ങനെ ഓടിക്കോളൂ അല്ലേ? സോ ഇതൊക്കെയാണ് എന്ത് ചെയ്യണം, നമുക്ക് കോസ്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷേഴ്സ് ആണ്. ഇത്രയും പൊടിക്കൈകളും പരിപാടികളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ കോസ്റ്റിൽ നമ്മളെ ടാർഗറ്റിലേക്ക് അങ്ങോട്ട് അച്ചീവ് ചെയ്യിക്കുക. അതാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ എയിം അല്ലേ? ഇതാണ് ടാർഗറ്റ് കോസ്റ്റിംഗിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി കുറച്ചൊരു എക്സാം ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇല്ലസ്ട്രേഷൻ 2 നോക്കാം. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് സിഗ്മ is said to be 250 for each unit and sales for the coming year expect to be 500 units. സോ അവരെന്താ പറയുന്നത്, ഒരു സിഗ്മ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്, അതായത് എത്രയാണ് അവരുടെ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്, $250 ആണ്. സോ 250 ആണ് എന്ത്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഓക്കെ, ഒരു യൂണിറ്റിന് 250 ആണ് പ്രൈസ്. ആൻഡ് എക്സ്പെക്ടഡ് ടു ബി 500 യൂണിറ്റ് ആണ് അടുത്ത വർഷത്തെ സെയിൽസ്. സോ അവർ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാ, 500 യൂണിറ്റ്സ് ആണ് അല്ലെ? ഇനിയാണ് അടുത്താണ്, ഇപ്പൊ നമുക്ക് എന്താണ്, അവിടെ പ്രീഡിറ്റർമെന്റ് ആയിട്ട് ഒരു സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, അടുത്ത വർഷം വിൽക്കാൻ പോകുന്ന യൂണിറ്റ് തന്നിട്ടുണ്ട്. ഇനി അവർ പറയുന്നത് നോക്കിയേ, ദ കമ്പനി റിക്വയർ റിട്ടേൺ ഓഫ് 15% ഓഫ് ദ കമ്മിങ് ഇയർ ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് എന്ത്, പ്രീഡിറ്റർമൈൻഡ് റിട്ടേൺ. അവർ പറയുന്നുണ്ടോ 250,000 ആണ്, എത്രയാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ്, 250,000. അപ്പൊ ഈ 250,000ന്റെ 15% ആണ് അവർക്ക് എന്ത് വേണ്ടത്, റിട്ടേൺ വേണ്ടത്. അതാണ് റിക്വയർഡ് പ്രോഫിറ്റ്. അപ്പൊ സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻവെസ്റ്റ്മെന്റ് നോക്കാം, എത്രയാ, 250,000 ഇൻടു 15%. ആ 250,000 ഇൻവെസ്റ്റ്മെന്റിന്റെ 15% ആണ് നമുക്ക് റിക്വയർഡ് റിട്ടേൺ. സോ റിക്വയർഡ് റിട്ടേൺ എന്ത് ചെയ്തു, നമുക്ക് ഇത് വെക്കൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഇതാണ് എന്ത്, നമ്മുടെ റിക്വയർഡ് റിട്ടേൺ അല്ലെ? ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇതറിയാം, ഇത് ടോട്ടൽ റിട്ടേൺ ആണ്. നമുക്കൊരു പ്രൊഡക്റ്റിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് വേണം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്റ്റേക്ക് പറ്റുന്നത്. നമ്മൾ അവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ അല്ല, എത്രയാണ്, പെർ യൂണിറ്റ് ആണ്. സോ അതിനെന്ത് ചെയ്യണം, ഈ റിട്ടേൺ നമ്മൾ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോ ഇത് ടോട്ടൽ റിട്ടേൺ ആണ് ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റിന്റെ റിക്വയർഡ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ സിമ്പിൾ. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് റിക്വയർഡ് പ്രോഫിറ്റ് കിട്ടിയില്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് കോസ്റ്റിംഗിന്റെ ഇതെന്താന്ന്, സോറി, ഇക്വേഷൻ എന്തായിരുന്നു, റിക്വയർഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് റിക്വയർഡ് പ്രോഫിറ്റ്. സോ നമുക്ക് ഇവിടെ റിക്വയർഡ് സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, എത്രയാ, 250 മൈനസ് റിക്വയർഡ് പ്രോഫിറ്റ് എത്രയാ, 75. സോ ദ ടാർഗറ്റ് കോസ്റ്റ് വിൽ ബി 175. ഇവിടെ എവിടെയാ 175, ഓപ്ഷൻ ഡി, ഇതല്ലേ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ലാസ്റ്റ് ചെറിയ ടോപ്പിക് ഉണ്ട്, അതായത് സർവീസ് ഇഷ്യൂസ് വിത്ത് ടാർഗറ്റ് കോസ്റ്റിംഗ് സർവീസ് ഇൻഡസ്ട്രി. നമുക്കറിയാം, നമുക്കൊരു പ്രൊഡക്റ്റിന്റെ എളുപ്പത്തിൽ എന്താ ചെയ്യാം, നമുക്ക് കോസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇതേപോലെ തന്നെ പാക്കിംഗ് കളയാം, അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ കുറെ ചേഞ്ചസ് വരുത്താം. പക്ഷെ സർവീസ് ഇൻഡസ്ട്രിയിൽ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ? കാരണം അവരുടെ വേരിയബിലിറ്റിയും ഹെട്രോജിനിറ്റിയും, അതാണ് എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. അതായത് അവർക്ക് ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ എങ്ങനെയാണ് പെട്ടെന്നൊരു പ്രൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ എവിടെയാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് ശരിയാക്കുക എന്നുള്ളത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു ഇഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട് ടാർഗറ്റ് കോസ്റ്റിംഗിൽ. സോ ഇറ്റ്സ് മോർ അപ്ലിക്കബിൾ ടു ഫോർ എന്താണ്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിലാണ് ഈ ടാർഗറ്റ് കോസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ I hope everyone understand the target cost topic, and hope you all liked my class, and thank you. Have a good day. Bye bye.